ആ സൈനുമ്പ വാടി എത്ര ദിവസമായി കണ്ടിട്ട്. അല്ലടി മരുവൾക്ക് ഇപ്പോൾ എത്രാമത്തെ മാസാ? ആ 4 കഴിഞ്ഞു അല്ലേ? ഇനി നല്ലോണേ പണിയൊക്കെ എടുപ്പിച്ചോളുണ്ടു. ചൂലൊക്കെ കൊടുക്ക്, നല്ലോണം കുഞ്ഞു മുറ്റമൊക്കെ അടിച്ചു വരാനൊക്കെ സുഖപ്രസവമൊക്കെ ആവുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ കീറി മുറിച്ച് എടുക്കേണ്ടി വരും. ആ എൻ്റെ കുട്ടിക്ക് സുഖപ്രസവമാണ്. ഓള് പിന്നെ എല്ലാ പണിയെടുക്കുമായിരുന്നല്ലോ. ദാ ഇവിടെ ഉണ്ട് ഒരുത്തി, ഓളൊരു പണി എടുക്കൂലായിരുന്നു. അതുകൊണ്ട് എന്താ കീറി പൊളിച്ചെടുക്കേണ്ടി വന്നില്ലേ? ഫാദർ ഈ സാധനങ്ങളൊന്നും നിരത്തിയിട്ടിരുന്ന എത്ര വട്ടം എന്നോട് പറയണോ? ഇത് ഞാനിപ്പോൾ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടല്ലേ ഉള്ളൂ, അപ്പത്തേക്ക് നിരത്തിയിട്ടു അല്ലേ? എത്ര വട്ടം എന്നോട് പറയാൻ തുടങ്ങിയിട്ട് ഫാദോ? എടി ഇതെന്തിനാ ഈ കുട്ടിനോട് ഇങ്ങനെ ചൂടാവണ്? ഏത് നേരം നോക്കിയാലും കുട്ടിൻ്റെ മേത്തേക്ക് ഇങ്ങനെ താക്കി. എങ്ങനെ കുട്ടിനോട് സ്നേഹം ഉണ്ടാവണമെങ്കിലേ വേദന സഹിച്ച് പ്രസവിക്കണം. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, കീറി പൊളിച്ചെടുത്തിക്കല്ലേ, ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ലമ്മ, ഞാൻ കുറേ നാളായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഈ സിസേറിയൻ എന്ന് പറഞ്ഞാങ്ങളൊക്കെ എന്താ വിചാരിച്ചിക്കണേ? ഉറങ്ങി കിടക്കുമ്പോൾ കുട്ടീനെ അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകുന്നു പള്ളേന്ന്. സിസേറിയൻ കഴിഞ്ഞിട്ടേ 2-3 ദിവസം കഴിഞ്ഞിട്ട് കാല് നിലത്തൊന്ന് കുത്തുമ്പോണ്ടല്ലോ, അപ്പോഴത്തെ വേദന ഒന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലമ്മ. പിന്നെ നിങ്ങളുടെ മകൾക്ക് സുഖപ്രസവമായത് ഓൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടല്ല, അതൊക്കെ ഓരോരുത്തരുടെ വിധിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ സിസേറിയൻ കഴിഞ്ഞ ആൾക്കാർക്കൊന്നും കുട്ടികളോട് സ്നേഹമില്ലാന്നൊന്നും അല്ല. നിങ്ങളുടെ മകളുടെ കുട്ടി കുരുത്തക്കേട് കേട്ടുമ്പോൾ എന്താ ഓള് തല്ലാറൊന്നുമില്ലേ? സുഖപ്രസവം ആയതുകൊണ്ട് ഓള് ഒന്നും പറയാറില്ലേ? ഇപ്പോഴും കുറേ ആൾക്കാർക്ക് ഒരു ചിന്ത ഉണ്ട്, ഈ സിസേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുട്ടിനെ കിട്ടുന്ന പരിപാടിയാണ് എന്നുള്ളത്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വേദനയും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട്. അതൊക്കെ സഹിച്ചിട്ട് തന്നെയാണ് ഞങ്ങളൊരു കുട്ടിക്ക് ഉമ്മയാവണത്.